അങ്ങനെ മറ്റൊരു സൺഡേ. ഈ വർഷം തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ ഞായറാഴ്ചയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അല്ലേ? എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നത്. ഇപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ അറിയാം ഈ വർഷവും തീർന്നെന്ന്. എൻ്റെ ദൈവമേ, കണ്ടിട്ട് പേടിയാവുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞായറാഴ്ച ഒന്ന് പള്ളിയിലൊക്കെ പോയിട്ട് എത്ര നാളായെന്നറിയോ? കാരണം കഴിഞ്ഞ മാസം മൊത്തം എനിക്ക് വീക്കെൻഡ് ജോലിയായിരുന്നേ. പക്ഷേ ഈ മാസം ഒരു ഞായറാഴ്ച ഉണ്ടല്ലോ, അതെന്ത് പറ്റി? എന്തെങ്കിലും ആട്ടോ. അങ്ങനെ കൊച്ചിനെ രാവിലെ സൺഡേ സ്കൂൾ വിട്ടു. ഞാനും ജസ്റ്റിയും പള്ളിയിൽ കയറി കുർബാനയൊക്കെ കൂടി. ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ കയറി കുർബാനയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴേ മനസ്സിനൊരാശ്വാസം. അതല്ലല്ലോ, രാവിലെ നമ്മൾ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനമല്ലേ. ജസ്റ്റിലൂടെ പള്ളിയിൽ പോയ പള്ളി കുർബാന കഴിഞ്ഞ് അച്ഛനും പള്ളിക്കാരും പട്ടക്കാരും വരെ പിരിഞ്ഞു പോലും നമ്മൾ പള്ളിക്കകത്തിരിക്കും അടുത്ത കുർബാനയ്ക്കുള്ള ആൾ വരുന്നതും വരെ. അതാ പറയുന്നത്, പള്ളിയിലച്ഛനാണ്ടവനെ പിടിച്ച് കൊച്ചിൻ്റെ അച്ഛനാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. അതിപ്പോൾ പറയാൻ കാരണം എന്നാണെന്നറിയോ? പണ്ട് നമ്മുടെ വണ്ടി വെഞ്ചരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് ചോദിക്കുക, നിങ്ങൾ ലവ് ആയിരുന്നല്ലേ ഓടിയെന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്നാ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ അച്ഛൻ പറയാ, സഭയ്ക്ക് കിട്ടേണ്ട മുതലിനെയാ നീ വളച്ചെടുത്ത് കല്യാണം കഴിച്ചു. എങ്ങനെയാണേലും എന്നാ അച്ഛനായില്ലേ, പള്ളിയിലച്ഛനാകാൻ പറ്റിയില്ലെങ്കിലും കൊച്ചിൻ്റെ അച്ഛനായി, അത് മതിയല്ലേ. അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി അടുത്ത ലക്ഷ്യം എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി നാളായി സൺഡേ സ്കൂൾ അടച്ചപ്പിന് ഞങ്ങളുടെ ഒരു ഡേറ്റിംഗ് ഒന്നും അങ്ങ് നടന്നിട്ടില്ലെന്നേ. ഇനി അടുത്ത ലക്ഷ്യസ്ഥാനം ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക, ഒരു കോഫിയോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കുക, കുറച്ച് നേരം സ്വറ പറഞ്ഞിരിക്കുക. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി ആ ഇണക്കുരുവികൾ പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.